എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇന്ന് ഉണ്ണിക്ക് സ്കൂളൊന്നും ഇല്ല കേട്ടോ. ഇനി വെള്ളിയാഴ്ച പരീക്ഷ. അപ്പോഴേ ഉള്ളൂ. ഇനി നാളെ 10ാം ക്ലാസ്സുകാർക്ക് പരീക്ഷയല്ലേ. അപ്പോൾ അവർക്ക് ഇന്നും നാളെയൊന്നും സ്കൂളില്ല. പഠിക്കാനുണ്ട്. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണത്, ഇന്നലെ ചപ്പാത്തി ഉണ്ടാക്കിയത് ബാക്കിയുണ്ട് കേട്ടോ കുറച്ച്. അപ്പോൾ അത് വെച്ചിട്ട് കൊത്ത് ചപ്പാത്തിയാണ് ഇന്ന് ഉണ്ടാക്കണത്. അത് നമ്മൾ ഉണ്ടാക്കുന്നത് എങ്ങനെ നോക്കാം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക എന്നും പറയുകയാണ്. ഞങ്ങളെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കണേ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. പരമാവധി സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. അപ്പോൾ കുറച്ച് ഉള്ളി വേണം, ചെറുള്ളി. ചപ്പാത്തി ഇങ്ങനെ അരിയണം കേട്ടോ. എന്നിട്ട് ഒന്നും കൂടി രണ്ടെണ്ണം വെച്ചിട്ടാണ് കേട്ടോ അരിയണേ. ഒന്നും കൂടി മുറിക്കാം വേണമെങ്കിൽ. നമുക്ക് കൊത്തു ചപ്പാത്തി ഉണ്ടാക്കാം. പാനും ചൂടാകട്ടെ. ചട്ടി ചൂടായി, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടാവട്ടെ. ഇതിലേക്ക് വലിയൊരു സവാള കേട്ടോ, പൊടി പൊടിയായി അരിഞ്ഞത്. ഇതിലേക്ക് ഒരു പച്ചമുളക്, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി കൂടി ചതച്ചത്, കുറച്ച് കറിവേപ്പില. ഉള്ളി ഒന്ന് വാടി വരട്ടെ. നല്ലോണം വാടണ്ട, ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മതി. സവാള വാടി വന്നിട്ട് അത്രയും മതി. തീ കുറച്ച് വെക്കുക. ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, അര ടീസ്പൂൺ മുളക് പൊടി, അര ടീസ്പൂൺ ഗരം മസാല, പൊടികളൊക്കെ ഒന്ന് മൂത്ത് വരട്ടെ. പൊടികൾ മൂത്തു. ഇതിലേക്ക് വലിയൊരു തക്കാളി, കുറച്ച് ഉപ്പിട്ട് കൊടുക്കാട്ടോ. തക്കാളി ഇത്രയും മതി. ഇങ്ങോട്ട് മാറ്റി വയ്ക്കുക. ഇതിലേക്ക് 2 കോഴിമുട്ട, ചിക്കി എടുക്കട്ടെ. ചിക്കി പൊരിക്കാം. 2 മിനിറ്റ് വെയിറ്റ് ചെയ്യട്ടെ. ഇടങ്ങൾ നമ്മൾ വെള്ളത്തിൽ വരയ്ക്കുന്ന വല പോലെയാവും. ചിക്കി എടുക്കാം. റെഡിയായി. സൂപ്പറാണ്. ചപ്പാത്തി ബാക്കി വന്ന അതെ ബാക്കി അല്ലെങ്കിലും ഉണ്ടാക്കട്ടെ. വെറുതെ കഴിക്കാൻ മടിയുള്ളവർ എന്നെപ്പോലെ. ഉണ്ണിക്ക് പിന്നെ ചപ്പാത്തി ഇഷ്ടമല്ല. അല്ല, ചപ്പാത്തിയെ കഴിച്ചിട്ടാണോ പറയാ. ചപ്പാത്തി കഴിക്കും, വെറുതെ കഴിക്കില്ല എന്ന് പറഞ്ഞു. ഇനിയാണ് താരം. ഇതിൽ 4 ചപ്പാത്തി ഉണ്ട് കേട്ടോ. ചപ്പാത്തി ഇട്ട് കൊടുക്കാം.
ഇളക്കിയെടുക്കട്ടെ. നമ്മുടെ കൊത്ത് ചപ്പാത്തി റെഡി ആയിട്ടാ. അങ്ങനെ എല്ലാവരും ഉണ്ടാക്കും. ഉണ്ടാക്കാത്തവരൊന്നും ഉണ്ടാക്കി നോക്കട്ടോ, സൂപ്പറാണത്. അടിപൊളിയാണ്. വെള്ളം പോണ്ട. തേങ്ങ വെള്ളം ഉണ്ടോ? ചിരവെടുത്ത് കൊടുക്കണം. കഴിയിട്ടു അത് ആടും ചെയ്യണം. കുറച്ച് മുതിരപ്പേരിക്ക് തേങ്ങ വേണം കേട്ടോ. തീരെ ഉള്ളു കാണില്ല. കാമ്പില്ല. ചിരകിയെടുക്കും. മുതിര ഉപ്പേരി വയ്ക്കാൻ കേട്ടോ. ഇത് വറുത്തിട്ട് വയ്ക്കണം. വറുത്തിട്ട് വയ്ക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. കഴുകിയതാണ്. കഴുകി വെള്ളം വാർന്നിട്ട് വറക്കണം. വറുത്തെടുക്കട്ടെ. വറുത്തുട്ടാ ഇനി വേവിക്കാൻ വയ്ക്കാം. ചീര താളിപ്പുണ്ടാക്കുക കേട്ടോ. ഏട്ടന് ചോറ് കൊണ്ടുപോയാൽ ഞങ്ങൾക്ക് ഉച്ചക്കലിക്കും. കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇത് ബ്രേക്ക്ഫാസ്റ്റ്. ഇത് രാവിലത്തെ കഴിക്കാൻ. ഇനി ചോറ് കൊണ്ടുപോയാൽ മുതിരപ്പേരിയും ചീര താളിപ്പും. ഇതിലേക്ക് ചെറിയ ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം ഉണ്ട്. ഉള്ളി നന്നായി മൂത്ത് വരട്ടെ. ഒരു ഉള്ളി മൂത്ത് വന്നിട്ട് അതിൽ കഞ്ഞിവെള്ളം ഒഴിക്കണം. നമ്മുടെ സ്പെഷ്യൽ കഞ്ഞിവെള്ളം. സോൾട്ട്. ഉപ്പിട്ട് കൊടുക്കാം. വെള്ളം തിളക്കട്ടെ. കഞ്ഞിവെള്ളം തിളച്ചിട്ടാ. ഒരു പിടി നല്ലോണം ചീര കിട്ടിയിട്ടാ. നമ്മുടെ സ്വന്തം തോട്ടത്തെ. കുറച്ചായിട്ട് നമ്മുടെ തോട്ടത്തിൽ ചീര മാത്രമേ വെക്കുന്നുള്ളൂ. ശരി, ഇങ്ങനത്തെ ഈ കറിയില്ലേ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ വെക്കാത്തവരൊന്ന് വെച്ച് നോക്കുക, പറഞ്ഞാൽ വിശ്വസിക്കില്ല. അത്രയും ടേസ്റ്റാ. ചീര, മത്തൻ്റെ മത്തൻ്റെ എല്ലാം അതിലേറെ ടേസ്റ്റാണ്. ഇതൊന്ന് വേകട്ടെ ഏട്ടാ. നമുക്ക് ചീര വെന്തോ നോക്കാം. ചീര വെന്തൂട്ടാ. ഉച്ചക്കിലേക്ക് ചോറിന് എന്തായാലും ഉണ്ടാക്കി നോക്കാം. ഓഫാക്ക്. കഴിക്കാം. കൊത്തു ചപ്പാത്തി ഇട്ടാ. അവിടെ വെളിച്ചില്ലാണ്ട് ഇവിടെ വന്ന് കാണിക്കണം തന്നെ. ആയി പറഞ്ഞു. അടിപൊളിയാ. കഴിക്ക്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അതിങ്ങനെ ഉണ്ടാക്കാത്തവരൊന്നും ഉണ്ടാക്കി നോക്കുക. എല്ലാവരും ഉണ്ടാക്കും. ഉണ്ടാക്കിയില്ലെങ്കിൽ അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവർക്ക് എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ. സീ യു.